മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുമ്പോൾ പോലീസിന്റെ അധികാരം കൂടി കിട്ടുമ്പോൾ പോലീസുകാരെ കൊണ്ട് എന്ത് തോന്നിയാസം ചെയ്യിക്കാം, നാട്ടുകാരെ മുഴുവൻ അടിമകളാക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭരണാധിപന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസുകാരും ഗുണ്ടായസം കാണിക്കുന്ന ഗൺമാന്മാരും ഒക്കെ ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം പണി തിരിച്ചു കൊടുക്കുന്നത് അവർ തന്നെ ആയിരിക്കും. അതായത് ആരാണോ തങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് അവർ തന്നെ തിരിച്ചു പണി കൊടുക്കും. അത്തരത്തില് സ്വന്തം ഗൺമാന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഷൗക്കത്ത് അലി എന്ന പോലീസുകാരനെ കാത്തുവച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. അധികാര കസേര മാറുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ കസേരകളും മാറുന്നത് സ്വാഭാവികം. പക്ഷേ കഴിഞ്ഞ 10 വർഷം യൂണിഫോം പോലും നേരെ ചൊവ്വ ഇടാതെ DGPയേക്കാൾ വലിയ പവറിൽ പാർട്ടിക്ക് വേണ്ടി റിപ്പോർട്ടുണ്ടാക്കി നടന്ന ഇടത് യൂണിയൻ സിംഗങ്ങളായിട്ടുള്ള പ്രശാന്തും ബിജുവും ഒക്കെ ഇപ്പൊ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പോലെയുള്ള ഉറക്കമില്ലാ തസ്തികളിൽ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കോമഡി. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കാലത്ത് കടുത്ത പകപോക്കലുകളുടെ പണി കൊടുക്കാൻ വേണ്ടി നോക്കിയ ഒരു പോലീസുകാരൻ പുള്ളിപ്പുലിയുണ്ട്. AP ഷൗക്കത്ത് അലിയാണ് അദ്ദേഹത്തിന്റെ പേര്. പണ്ട് TP കേസിൽ പാർട്ടി ഗ്രാമത്തിൽ കയറി കൊടിസുനിയെയും സംഘത്തെയും മരമുട്ടുകാരന്റെ വേഷത്തിൽ ചെന്ന് പൊക്കിയ P മോഹനൻ എന്ന സഖാവിനെ നടുറോഡിൽ വണ്ടി തടഞ്ഞ് പൊക്കിയെടുത്ത് അകത്തിട്ട അതേ ഷൗക്കത്ത് അലി പിണറായി ഭരണത്തിൽ പണി വരുമെന്ന് കണ്ട് പുള്ളി നേരെ NIAയിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങി ഒരൊറ്റ പോക്കങ്ങോട്ട് പോയി. NIAയിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധേയമായിട്ടുള്ള തലത്തിലുള്ള പല അന്വേഷണ കാര്യങ്ങളുമൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് IPS ഇല്ല. സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ പകരം ഫോട്ടോസ്റ്റാറ്റ് വെച്ച് വരെ തോൽപ്പിക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ IPS അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അത് കഥ. അതിന് മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഒത്തിരി സഹായം ചെയ്തു എന്നത് വേറെ കാര്യം. എങ്ങനെയെങ്കിലും ഷൗക്കത്ത് അലിയെ ഒതുക്കണം എന്ന് കരുതി പിണറായി പുള്ളിയെ കൊണ്ടുപോയി ഇരുത്തിയത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ. അവിടെ ആകുമ്പോൾ അവിടെ കുത്തിയിരുന്നോളും, നമുക്കൊരു ശല്യവുമില്ല, ആഭ്യന്തര വകുപ്പിന്റെ കസേര നമ്മളാണല്ലോ, അയാൾ അവിടെ ഇരുന്ന് ഈച്ചയടിക്കട്ടെ അതല്ലെങ്കിൽ ചെതലരിച്ചു പോട്ടെ എന്നൊക്കെ കരുതിയതാണ്. വാസ്തവത്തിൽ സ്വന്തം പ്രശ്നം നോക്കി വെടിവെക്കുകയായിരുന്നു എന്ന് പിണറായി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പണ്ട് നവകേരള സദസ്സിന്റെ കാലത്ത് പിണറായിക്ക് വേണ്ടി നാട്ടുകാരെയും KSUക്കാരെയും ഇപ്പോഴത്തെ ആലപ്പുഴ MLA AD തോമസിനെ അടക്കം വലിയ നീളമുള്ള വടി കൊണ്ട് അടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. വീഡിയോ മുഴുവൻ കണ്ടതാണ്. അതായത് പിണറായിയെ രക്ഷപ്പെടുത്താൻ, പിണറായിയെ സുരക്ഷയ്ക്ക് നിയമിച്ചിട്ടുള്ള ഗൺമാന്മാര് രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരുടെ നെഞ്ചത്ത്, യൂത്ത് കോൺഗ്രസുകാരുടെ നെഞ്ചത്ത്. ഏതായാലും അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ 2 ഉഗ്രൻ ഗൺമാന്മാര് അനിലും സന്ദീപും അന്ന് പിണറായിയുടെ പോലീസ് കേസെടുക്കാതെ വെള്ളപൂശി വിട്ടെങ്കിലും കോടതി വിട്ടില്ല. കോടതി അടിവരയിട്ട് പുതിയ പുനരന്വേഷണം പ്രഖ്യാപിച്ചപ്പോ കേസ് നേരെ ചെന്ന് വീണത് എവിടെയാണെന്നറിയും? അതെ, പിണറായി തന്നെ ഷൗക്കത്ത് അലിയെ ഒതുക്കാൻ ഇരുത്തിയിട്ടുള്ള അതേ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ. ഇതിൽ കൂടുതൽ അടിയിനി വേണോ? ഷൗക്കത്ത് അലി കളം നിറഞ്ഞ് കളിക്കാൻ തുടങ്ങിയതോടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ രക്ഷിക്കാനെന്ന പേരിൽ പാവപ്പെട്ട പിള്ളേരെ തല്ലിച്ചയച്ച 2 ഗൺമാൻ ഗുണ്ടകളുണ്ടല്ലോ, അവരെ 2 പേരും ജോലി തെറിക്കുന്ന കാര്യം ഏകദേശം ഉറപ്പായി. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി മാറിയ പിണറായി വിജയന്റെ സെക്യൂരിറ്റിയിൽ തന്നെ തുടരണമെന്ന് കാണിച്ച് ഇവർ നെട്ടോട്ടം ഓടുന്നത്. തന്നെ തൊട്ടവരെയും തന്റെ പാർട്ടിക്കാരെയും പൂട്ടിയ ഷൗക്കത്ത് അലിയെ കൊണ്ട് തന്നെ സ്വന്തം ഗൺമാന്മാരുടെ പണി കളയിപ്പിക്കാൻ വഴിയൊരുക്കിയ പിണറായി വിജയന്റെ ആ ദീർഘവീക്ഷണത്തിന് മുന്നിൽ നമിക്കാതെ വയ്യ. കാരണം ഇനി പന്ത് ഷൗക്കത്ത് അലിയുടെ കോർട്ടിലാണ്. ഗൺമാന്റെ അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനായി കൂടെ കൂട്ടി ഇന്നത്തെ പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടെ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ഷൗക്കത്ത് അലി വെറുതെ വിടുമെന്ന് കരുതേണ്ടതില്ല. Different angles. Don't forget to subscribe and support this channel.